ലിവയിൽ ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ലിവ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി വരുന്നത്. സോ കുറച്ച് എക്സൈറ്റഡ് ആണ്. ഒരു ലോങ് 3.5 hour ജേണി ഉണ്ടായിരുന്നു. ഒരു 3.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ദുബായിൽ നമ്മൾ ലിവയിലോട്ട് എത്തിയത്. ലിവയിലോട്ട് എത്തിയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലിവയിൽ എത്തിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് ഒരു ഹാഫ് ആൻ അവർ കൂടുതൽ ട്രാവൽ ചെയ്യാനുണ്ട്. സൺസെറ്റ് കഴിഞ്ഞു. സൺസെറ്റ് ഇവിടെ നിന്നാണ് നമ്മൾ കണ്ടത് കേട്ടോ. നമ്മൾ ഒരു ലിവയിൽ പമ്പിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നൊക്കെ ജസ്റ്റ് ഒരു വീഡിയോസ് ഒക്കെ കണ്ടുള്ള ഒരു അറിവേ എനിക്കുള്ളൂ. അപ്പൊ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് എത്താറാകുമ്പോൾ തന്നെ ഈ ഒരു സൈൻ ബോർഡ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മൾ മിക്ക വീഡിയോസിലും കണ്ടിട്ടുള്ളത്. ഈ കാണുന്ന ലൈറ്റ് ഫുള്ള് ലിവ ഫെസ്റ്റിന്റെ ആണ്. റൈറ്റ് സൈഡിൽ കാണുന്നത് ലിവ വില്ലേജ് ആണ് കേട്ടോ. നമ്മൾ ആദ്യം പോകുന്നത് ആ ഒരു ഡ്യൂൺ റൈഡും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്തേക്കാണ്. അങ്ങോട്ടുള്ള വഴിയാണ് കേട്ടോ. ഇത് നല്ല ബ്ലോക്ക് ആയിരുന്നു. കാർ പാർക്ക് ചെയ്ത് ഇറങ്ങി ആദ്യം കണ്ടത് ഇതാണ് കേട്ടോ. ഇനി അങ്ങോട്ട് ഫുള്ള് ഈ ഒരു സൗണ്ട് ആയിരിക്കും. നമ്മളും ആ ഒരു ഡ്യൂൺ റൈഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്ന ആള് ഡ്യൂൺ റൈഡ് ചെയ്യുന്നതാണ്. ആൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആളുടെ കാറിൽ നമ്മൾ 3-4 ടൈംസ് ഡ്രൈവിന് പോയി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഡെസേർട്ട് സഫാരിക്ക് പോയ സമയത്ത് ഈ റൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇത്ര ഹൈറ്റിന്നൊന്നും ആയിരുന്നില്ല. ഇത് ഫസ്റ്റ് ടൈം മേളിൽ ചെന്നിട്ട് താഴേക്കൊന്ന് നോക്കിയപ്പോൾ കുറച്ചൊന്ന് സ്ട്രെസ് ആയിരുന്നു. എന്നാൽ പിന്നെ അങ്ങോട്ട് ഓക്കെ ആയിരുന്നു കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇത്രയും ഫ്രണ്ട്സ് ഒരുമിച്ചാണ് നമ്മൾ വന്നത്. ഇതിൽ മെറൂൺ ടീഷർട്ട് ഇട്ട ആളാണ് കേട്ടോ നമ്മുടെ പ്രോ ഡ്രൈവർ. ആൾ ഡെസേർട്ട് ഡ്രൈവിൽ ബിഗിനേഴ്സിനെയൊക്കെ ഗൈഡ് ചെയ്യുന്ന ആളാണ്. സമയം പോകുന്നതോറും കാറുകളുടെ എണ്ണം കൂടി വരുമായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഡ്രോൺ ഷോ സ്റ്റാർട്ട് ചെയ്തു. ഡ്രോൺ ഷോ മാത്രമല്ല കേട്ടോ, ഇത് കഴിഞ്ഞൊരു അടിപൊളി ഫയർ വർക്സ് ഉണ്ടായിരുന്നു. ഫയർ വർക്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ലിവ വില്ലേജ് കാണാൻ വേണ്ടി പോയി. 25 dirhams ആണ് പെർ പേഴ്സൺ ടിക്കറ്റ് ചാർജ് വരുന്നത്. അതുകൂടാതെ നമ്മൾ റൈഡ്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ഇതുപോലെ ടിക്കറ്റ് ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ റൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുക. നിച്ചുവിന് ഈ ഒരു വേലി കയറണം എന്ന് ആദ്യം തുടങ്ങി പറഞ്ഞതുകൊണ്ട് നമ്മൾ 3 ആളും അങ്ങോട്ട് പോയി. ബാക്കി ഫ്രണ്ട്സ് എല്ലാം അഡ്വഞ്ചർ റൈഡ്സിലോട്ടാണ് കേട്ടോ പോയത്. ആവാറായപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. നന്നായിട്ട് എൻജോയ് ചെയ്തു. നാളെയാണ് ലിവ ഫെസ്റ്റിവൽ ലാസ്റ്റ് ഡേ. മസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ പറയുള്ളൂ. പറ്റിയ ഉറപ്പായിട്ടും പോവാം.